എല്ലാവർക്കും അമ്മൂസ് ട്രാവലോഗിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ മെയ് മാസം കഴിയാനായിരിക്കുന്നു. ഈ മെയ് മാസം വളരെയധികം സന്തോഷം നിറഞ്ഞൊരു മാസമായിരുന്നു. ഈ വീഡിയോ ഒരു താങ്ക്സ് ഗിവിങ് വീഡിയോ ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ മെയ് 5 ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ മക്കളുടെ പലതരം പ്രൈസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. എന്താ ചേട്ടാ, അത് മെയ് 4 ആയിട്ടുള്ളൂല്ലോ, അപ്പോഴേക്കും ഗിഫ്റ്റൊക്കെ എത്തിയല്ലോ. എന്താണാവോ? ആരയച്ചതാണാവോ? എറണാകുളത്ത് നിന്ന് വന്നേന്താന്ന് തോന്നുന്നു. അപ്പം മോളുടെ പണി തന്നെയാവും. കുട്ടികളുടെ ഒരു കാര്യം, 3 ട്രിപ്പും പിന്നെ ഇങ്ങനെ ഗിഫ്റ്റൊക്കെ അയക്കേണ്ട വല്ല കാര്യമുണ്ടോ മക്കൾക്ക്? നോക്കട്ടെ എന്തൊക്കെയാണെന്നുള്ളത്. എന്തോ കാര്യമായിട്ടുണ്ട് തോന്നട്ടോ. Open it. You open, please. Use the scissors, please. ചേട്ടാ, ഇത് നല്ല കവറാണ്. അപ്പം നമുക്കിത് വീണ്ടും ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ ഉപയോഗിക്കാം. റീയൂസ്. നമുക്കിത് ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പോൾ ഞങ്ങൾ റിവീൽ ചെയ്യാൻ പോവാണ്. എന്താണെന്ന് നോക്കട്ടെ. നോക്കട്ടെ. ആഹാ, Your journey together is a beautiful example of love, patience and commitment. Thank you for showing us that true love looks like. Happy anniversary moment, Dad. We are so lucky to have parents like you. Your bond is foundation of our happiness. Wishing you endless love on your anniversary. Thank you, Makkals. Thank you. Thank you. ഇനി ഇതിനെന്താണാവോ? പൊളിക്കോ? ഇത് ഫോട്ടോ എല്ലാം തോന്നുന്നു ചേട്ടാ. എന്താ വേറെ എന്തോ ഗിഫ്റ്റാന്ന് തോന്നുന്നത്. മണിച്ചിപ്പുകൾ കൂടി വരുന്നു അല്ലേ? എന്തത്? നമ്മുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ക്ലോക്കാണല്ലോ. മാർവലസ്. നമ്മുടെ ലേറ്റസ്റ്റ് ഫോട്ടോ ആണല്ലോ. അയ്യടാ. താങ്ക് യു മക്കൾസ്. താങ്ക്സ് എ ലോട്ട്. അമ്മയ്ക്കൊന്നും പറയാനില്ല മക്കളെ, സന്തോഷം കൊണ്ട് വീർപ്പുട്ടണേ. മക്കളെ ഒത്തിരി സ്നേഹം സന്തോഷം. ഉമ്മ. അപ്പോൾ മെനി താങ്ക്സ്. ഓക്കെ, എല്ലാം വളരെ സന്തോഷം. ബാക്കിൽ കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ മുന്നത്തെ വർഷങ്ങൾക്കും മുൻപുള്ള വർഷങ്ങളിൽ തന്നതാണ് ആ ബാക്കിൽ. ഇപ്പോൾ ഇത് നമുക്ക് കിട്ടി. എക്കാലത്തേക്കുള്ള ഓർമ്മയ്ക്കായിട്ടുണ്ട് മക്കളെ. വളരെ സന്തോഷം മുത്തുക്കൾസ്. ഓക്കെ, താങ്ക്സ്. ഇത് മോള് AI വെച്ച് ചെയ്ത് നോക്കിയതാണ്. ഒരു പിക്ചറ് ഞങ്ങളെ അച്ഛനും അമ്മയൊക്കെ അനുഗ്രഹിക്കണം പോലത്തെ ഒരു പിക്ചർ അവളുണ്ടാക്കിയതാണ്. കൂടാതെ അവളുണ്ടാക്കി അയച്ച വീഡിയോ ആണിത്.
ഇത്തവണ മക്കളൊന്നും അടുത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. ആരുമില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഒരു ട്രിപ്പൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മൂന്നാറിലേക്ക്. എങ്കിലും ആരുമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ 4-ാം തീയതി തന്നെ ഇതൊക്കെ എത്തിച്ചു മക്കൾ. അതായത് ഒത്തിരി ഒത്തിരി സന്തോഷം കിട്ടുവാൻ. ഇക്കൊല്ലവും പതിവ് പോലെ എഴുത്തിയമ്മ ഒരു വീഡിയോ റെഡിയാക്കി അയച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചും മെസ്സേജ് ചെയ്തും ഞങ്ങളെ അനുഗ്രഹിച്ച, ഞങ്ങൾക്ക് ആശംസകൾ നേർന്ന എല്ലാവരോടും സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ യാത്ര ഇതാ വീണ്ടും തുടരുന്നു. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് സസ്നേഹം, നിങ്ങളുടെ അമ്മു.